സ്റ്റേഡിയത്തിന്റെ വാടക കാര്യത്തിൽ തർക്കം. 2 ലക്ഷം രൂപയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം വിട്ടുകൊടുക്കാനാകില്ലെന്ന് GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച. 2 ലക്ഷത്തിന് സ്റ്റേഡിയം വിട്ടുകൊടുക്കുമെന്നായിരുന്നു GCDA ചെയർമാന്റെ പ്രഖ്യാപനം. Now we are in a consensus on that matter. Earlier, last year it was 8.4 lakh. 8.4 lakh, clear. This time it is 2 lakhs only. This is a substantial reduction from GCDA side only for social responsibility and to ensure the play and Blasters series of matches here. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, ഈ ചെയർമാൻ പറയുന്നത് വളരെ വ്യക്തമാണ്. വലിയ തുകയുടെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അത് അദ്ദേഹം അങ്ങനെ സമ്മതിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രീതിയിൽ ഒരു തർക്കം നടക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? GCDA ചെയർമാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു കാര്യങ്ങൾ. അങ്ങനെ തന്നെയാണ് സ്മിത. ഈ ISLന്റെ പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് സീസൺ പകുതിയിൽ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇത്തവണ 8.5 ലക്ഷം ഉണ്ടായിരുന്ന വാടക ഒറ്റയടിക്ക് താഴ്ത്തി 2 ലക്ഷത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാൻ, ഓരോ മത്സരത്തിനും 2 ലക്ഷം അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനമായത്. ഇതിന്റെ കാരണം ഇത്തവണ എങ്ങനെയെങ്കിലും മത്സരം നടക്കട്ടെ, ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വേദി വിട്ട് മറ്റൊരു വേദിയിലേക്ക് പോകും എന്നടക്കമുള്ള ചർച്ചകളുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് 2 ലക്ഷത്തിനെങ്കിലും വാടക കുറച്ചെങ്കിലും ഇവിടെ മത്സരങ്ങൾ നടത്തണമെന്ന ഉദ്ദേശത്തിനാൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നതായിരുന്നു GCDA ചെയർമാൻ K. ചന്ദ്രൻ പിള്ള അന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സുമായി സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ വിഷയം ഇപ്പോൾ GCDAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്നപ്പോഴാണ് വലിയ തർക്കം വരുന്നത്. 2 ലക്ഷത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ളതും 4.5 ലക്ഷം രൂപയെങ്കിലും വാങ്ങണമെന്നാണ് ഇപ്പോൾ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിക്കുന്നത്. നമ്മൾ ഇതിന് പ്രകാരം K. ചന്ദ്രപിള്ളയും ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റന്നാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം. ഒരുപക്ഷെ അതിന്റെ വലിയ ആവേശത്തിൽ ആരാധകരും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്ന സമയത്താണ് ഈ പുതിയ പ്രതിസന്ധി വന്നിരിക്കുന്നത്. സ്മിത, ശരി. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.